എല്ലാ ദിവസവും വിശുദ്ധിയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരാത്മാവിന്റെ പരിസരത്ത് വരാൻ ശത്രുവിന് പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ആത്മാവ് അത്ര കണ്ട് യേശുവിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് യേശുവിനോട് ഐക്യപ്പെട്ട് നിൽക്കുകയാണ്. ഒരാത്മാവിനെ എത്രമാത്രം ഈ ലോകത്ത് ഐക്യപ്പെടാവോ അത്രമാത്രം ഒരു ആത്മാവ് ഐക്യപ്പെടുന്ന സമയമാണ് വിശുദ്ധ കുർബാന, യേശുവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന സമയം. ആത്മാവിനെ എവിടെ തൊടാൻ പറ്റും? ഒന്നിനും തൊടാൻ പറ്റില്ല. വിശുദ്ധിയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു ആത്മാവിനെ, ഒരു ദൈവ പൈതലിനെ ശത്രുവിന് തൊടാൻ പറ്റില്ല. അതുകൊണ്ട് വിശുദ്ധീകരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് വിശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റോ? എന്തു വില കൊടുത്തും പോണം. ഇനി അതിനുള്ള സാഹചര്യം ഇല്ലേ? ആഴ്ചയിൽ ഒരിക്കലുള്ളോ? നിങ്ങൾ നിർബന്ധിതമായ ഒരു തീരുമാനമായി ജീവിതത്തിൽ മാറണം. ഹല്ലേലൂയ. നമുക്ക് എളുപ്പ വഴികളില്ല, ആത്മീയ ജീവിതത്തിൽ എളുപ്പ വഴികളില്ല. യേശുവിനോട് ഐക്യപ്പെടാൻ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും പരമോന്നതമായ സാധ്യതയാണ് അവന്റെ ശരീരവും രക്തവും നമ്മുടെ കരങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ സ്വർഗം തരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്ന അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവന് ശിക്ഷാവിധിയില്ലെന്ന്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. യേശുവിൽ വസിക്കുന്ന ഒരാത്മാവിനെ ഏത് തിന്മയ്ക്ക് തൊടാൻ പറ്റും? ഏത് ശത്രുവിന് വേട്ടയാടാൻ പറ്റും? ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു, നമ്മുടെ ജീവിതത്തിന്റെ അസ്തിത്വം നിലനിൽക്കുന്നത് യേശുവിന്റെ ബലിയിലാണ്, ആ കൂദാശയിലാണ്, പരിശുദ്ധ കുർബാനയിലാണ്. ഈ പരിശുദ്ധ കുർബാനയിൽ നിന്നുള്ള ശക്തിയാണ് ഒരാത്മാവിനെ മുന്നോട്ട് പിശാചിന് കീഴ്വഴങ്ങാതെ അടിമപ്പെടാതെ ജീവിക്കാനുള്ള അഭിഷേകം, കൃപ നിറച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് ഇന്ന് വിശുദ്ധ കുർബാന പോലുമില്ല, കുംഭസാരമില്ല, കൗദാശിക ജീവിതമില്ല, ബാക്കി എല്ലാ പരിപാടിക്കും പോകും. ഹല്ലേലൂയ. ഈശോയെ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന കൂദാശകളിലൂടെയാണ്, സഭയിലൂടെയാണ്. നമുക്ക് വേണ്ടതെല്ലാം, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടതെല്ലാം സ്വർഗസഭയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരുവന്റെ ജീവിതത്തിന്റെ ആദ്യ നിമിഷം മുതൽ, മാമോദീസ നിമിഷം മുതൽ അവന്റെ മരണക്കിടക്കയിൽ അന്ത്യകൂദാശ വരെയുള്ള സമയങ്ങളിൽ സഭ എന്താ ചെയ്യുന്നത്? അവന്റെ ആത്മാവിനെ പിന്തുടരുകയാണ്. നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, സ്വർഗത്തിനായി ആത്മാവിനെ നേടാൻ, അവന്റെ അനുദിന ജീവിതത്തിൽ അവന്റെ ദാഹവും വിശപ്പും ശമിപ്പിക്കാൻ കർത്താവ് തന്റെ ശരീരവും രക്തവും തന്നുകൊണ്ടാണ് ഒരാത്മാവിന്റെ ദാഹം, അവന്റെ വിശപ്പ് ശമിപ്പിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം എന്ന് തിരിച്ചറിയുന്നിടത്ത് എനിക്ക് ഈ ഭൂമിയിൽ യേശുവിനോട് ഐക്യപ്പെടാൻ സ്വർഗം തന്ന ഏറ്റവും പരമോന്നതമായ സാധ്യത പരിശുദ്ധ കുർബാനയാണ്. അത് വിശുദ്ധിയോടെ സ്വീകരിക്കുമ്പോൾ 3 തലങ്ങളിൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും: ശരീരം, മനസ്സ്, ആത്മാവ്. എന്നാൽ പാപത്തിൽ, ശ്രദ്ധിക്കണേ, പാപത്തിൽ അയോഗ്യതയോടെ ഒരുവൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ഈ 3 മേഖലയിലും ഒരുവൻ രോഗിയാകും. വചനത്തിന്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ 1 കൊരിന്തോസ് 11:27 മുതലുള്ള വചനങ്ങൾ വായിച്ച്. 1 കൊരിന്തോസ് 11:27 മുതലുള്ള വചനങ്ങൾ. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ, ശ്രദ്ധിച്ചു കേൾക്കണം, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. ശ്രദ്ധിക്കേണ്ട വചനം പറയാണ്, ഒരുവൻ അയോഗ്യതയോടെ യോഗ്യതയില്ലാതെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ
കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. തലേ ദിവസം രാത്രി പാപം ചെയ്തിട്ടാ കിടന്നുറങ്ങുന്നേ, മദ്യപിച്ചിട്ടാ കിടന്നുറങ്ങുന്നേ. രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയ്ക്ക് വന്ന് വെള്ള ഇട്ട് വന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് തിരിച്ചു പോകും. ഇന്നലകളിൽ ജീവിത പങ്കാളിയെ മക്കളെ തെറിവിളിച്ചിട്ടാ കിടന്നേ. എന്നിട്ട് അതിരാവിലെ എഴുന്നേറ്റ് മുട്ടുകുത്തി പ്രാർത്ഥന, കൈവിരിച്ചുള്ള പ്രാർത്ഥന, കരണക്കൊന്ത ചെല്ലല്, ജപമാല പ്രാർത്ഥന, ലോകത്തിലുള്ള സകല പ്രാർത്ഥനകളും ചെല്ലും ചെയ്യും. ഈ വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന അരൂപി ഏതാണെന്ന് മനസ്സിലാക്കുന്ന നല്ലതാണ്. ഇത് യൂദാസിൽ പ്രവർത്തിച്ച അതേ അരൂപിയാണ്. യൂദാസും കർത്താവിന്റെ കൂടെ തീന്മേശയിൽ ഇരുന്ന് കർത്താവ് അവന്റെ നാവിലും അപ്പം വെച്ചു കൊടുത്തു. വചനം പറയുന്നത് യൂദാസ് അപ്പം സ്വീകരിച്ച് ഇറങ്ങിപ്പോയി. എങ്ങോട്ടാ? ഇരുട്ടിലേക്ക്. അവനിൽ സാത്താൻ പ്രവേശിച്ചു എന്നാ വചനം പറയുന്നത്. അയോഗ്യതയോടെ കർത്താവിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ നമ്മളിൽ ദൈവിക ജീവനല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് നമ്മളിൽ തിന്മ ആധിപത്യം ഉറപ്പിക്കും. ഏത് തിന്മയാണോ അപ്പോൾ നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ആ തിന്മ ഒരുവന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കും. പാപത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ, ഏതു പാപത്തിലാണോ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, ആ പാപത്തിന്റെ പിന്നിലുള്ള തിന്മ ആധിപത്യം ഉറപ്പിക്കും. അവർക്ക് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, സദസ്സോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയാണ്, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ എന്ത് ചെയ്യണം? ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്നും പാനം ചെയ്യുകയും ചെയ്യട്ടെ. ആത്മശോധന ചെയ്തതിന് ശേഷം മാത്രമേ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്നും പാനം ചെയ്യുകയും ചെയ്യാവൂ എന്ന വചനം പറയുന്നത്. തലേദിവസം അടിയുണ്ടാക്കി, ബഹളമുണ്ടാക്കി, ആരോടൊക്കെ ഉള്ളിൽ വെറുപ്പുണ്ട്, ദേഷ്യമുണ്ട്, പകയുണ്ട്, പിറ്റേ ദിവസം പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കരുത്. ഇന്നലകളിൽ ദാമ്പത്യ അവിശ്വസ്തതയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പാപങ്ങളിലേക്ക് പോകേണ്ടി വന്നു, ബലഹീനതകളിൽ ചില വീഴ്ചകൾ ഉണ്ടായി, ഇടറിപ്പോയി, ഓക്കെ, ആ പാപത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കരുത്. അത് കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരായി ചെയ്യുന്ന തെറ്റാണ്. പറയാണ്, എന്തുകൊണ്ടെന്നാൽ ശരീരത്തിന്റെ വിശുദ്ധിയെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ഞാൻ എന്റെ ശിക്ഷാവിധിയാണ് ഇപ്പൊ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് എന്നോട് കൂടിച്ചേർക്കുകയാണ്. നിങ്ങളിൽ പലരും, ആ വാക്ക് ശ്രദ്ധിക്കണേ, നിങ്ങളിൽ പലരും ഇന്ന് രോഗികളായിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാവോ? നിങ്ങളെ തന്നെ ആത്മശോധന ചെയ്യാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് കൊണ്ടാണ്. എപ്പോഴും പലവിധ രോഗങ്ങളാണ്. എത്ര ചികിത്സിച്ചിട്ട് സൗഖ്യം കിട്ടുന്നില്ല, രോഗമൊട്ടും മാറുന്നില്ല, ഇങ്ങനെ നിത്യരോഗികളായി പോയിക്കൊണ്ടിരിക്കുക. വചനം പറയുന്നു, നിങ്ങളിൽ പലരും ഇന്ന് രോഗികളായിരിക്കുന്നതിന്റെ കാരണവും നിങ്ങളിൽ പലരും ദുർബലരായിരിക്കുന്നു. മനസ്സിന് ബലമില്ല, പെട്ടെന്ന് കരയും, പെട്ടെന്ന് നിരാശപ്പെടും, പെട്ടെന്ന് ആകുലപ്പെടും, പെട്ടെന്ന് സങ്കടപ്പെടും, പെട്ടെന്ന് മനസ്സിന് ബലമില്ല, ദുർബലരായി, ബലമില്ലാത്തവരായി. ചില സഹനങ്ങൾ വരുമ്പോൾ, ചെറിയ നിസ്സാര സങ്കടങ്ങൾ വരുമ്പോഴേ അങ്ങ് തകർന്നു പോവുക. അപ്പൊ നിങ്ങളിൽ ചിലർ ദുർബലരും ആയിരിക്കുന്നതിന്റെയും ചിലർ മരിച്ചുപോയതിനും, സ്പിരിച്വൽ ഡെത്ത്, ആത്മീയ മരണം, മരിച്ചുപോയതിനും കാരണം ഇതാണ്. നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണ വിധേയരാക്കുകയും ചെയ്യുന്നു. അത് ലോകത്തോടൊപ്പം നാം ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ദൈവം നമ്മുടെ പാപത്തിന് ശിക്ഷ തരുന്നതെന്ന് ചോദിച്ചാൽ, ലോകത്തോടൊപ്പം നാം വിധിക്കപ്പെടാതിരിക്കാനാണ്. ആ പാപത്തെ ഓർത്ത് അനുദപിച്ച് ലോകത്തെ വിധിക്കാൻ വരുമ്പോൾ നമ്മൾ പാപികളായി കാണപ്പെടാതിരിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധിയോടെ, പാപത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നിനക്ക് രോഗവും നിന്റെ മനസ്സിന്റെ ബലം ചെയ്യുകയും ആത്മാവിൽ മരണം സംഭവിക്കുകയും ചെയ്യുന്നെങ്കിൽ, വിശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നിനക്ക് ശരീരത്തിന് സൗഖ്യം, മനസ്സിന് ബലം, ആത്മാവിന് ജീവൻ ഉണ്ടാകുന്നു. അപ്പോൾ നിരന്തരം വിശുദ്ധിയോടെ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരാത്മാവിന്റെ ക്ഷേമസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എല്ലാ ദിവസവും പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും സാധ്യതകൾ ഉണ്ടായിട്ടും അതൊന്നും ചെയ്യാതെ, പ്രഭാഷകൻ 31:10 പറയുന്ന പോലെ, പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവൻ ആരുണ്ട്? തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവൻ ആരുണ്ട്? അവന് ദൈവസന്നിധിയിൽ നിൽക്കാൻ, അഭിമാനിക്കാൻ അവകാശമുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അനുദിന ജീവിതത്തിൽ പാപം ചെയ്യാൻ ചാൻസ് കിട്ടി,
ക്ഷമിക്കാതിരിക്കാനുള്ള കാരണങ്ങളുണ്ടായി. തിരസ്കരിക്കപ്പെട്ടു, ഒറ്റപ്പെട്ടു, മുറിവേൽപ്പിക്കപ്പെട്ടു, ഇല്ലാ കഥകൾ പറഞ്ഞു, ജീവിതം തകർക്കുന്ന അനുഭവം ഉണ്ടായി, കേസ് കൊടുത്തു. ഇങ്ങനെ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്ന സകല സാധ്യതകളുടെ നടുവിലും പാപം ചെയ്യാതെ മുന്നോട്ട് പോയി. പാപം ചെയ്യാതെ കർത്താവിന്റെ കാരുണ്യത്തിലും സ്നേഹത്തിലൊക്കെ ജീവിതം കൊടുത്ത് പാപം ചെയ്യാതെ വിശുദ്ധിയോടുകൂടെ കർത്താവിൽ ആശ്രയിച്ച് തന്റെ വേദനകളും തന്റെ സ്വകാര്യ ദുഃഖങ്ങളും വിശുദ്ധ കുർബാനയിൽ കർത്താവ് ബലിയായി തീരുന്ന വേളയിൽ എന്റെ ജീവിത ബലികളെയും ആ ബലിയോട് ചേർത്ത് കുരിശിലേക്ക് ചേർത്ത് വെച്ച്, ദൈവമേ, നീ കാൽവരിയിൽ സഹിച്ചു തീർത്ത സഹനത്തോട് എന്റെ ജീവിതത്തിന്റെ സഹനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് രക്ഷാകരമാക്കി കടന്നു പോകുന്ന ജീവിതങ്ങളിൽ എത്രയോ ആത്മാവിന്റെ ശക്തമായ അഭിഷേകമായിരിക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ജീവിതങ്ങളെയൊക്കെ കാണുമ്പോൾ അവരോട് സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിൽ പോലും നമുക്കൊരു അഭിഷേകം വെളിപ്പെടാൻ തുടങ്ങും. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു അനോയിന്റിങ്, ഒരു അഭിഷേകം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഞാന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കാരിത്താസ് ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ ക്യാൻസർ വാർഡിന്റെ അവിടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിൽക്കുക. ഇരിക്കാൻ പോലും ഒരു ചാൻസ് ഇല്ലാത്ത, ഒരു സൗകര്യം ഇല്ലാത്ത രീതിയിൽ അത്രയും തിങ്ങി നിറഞ്ഞു നിൽക്കുക. വന്ന ദിവസം കൺസൾട്ടേഷൻ ഉള്ള ദിവസം. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ വന്ന രോഗിക്ക് വേണ്ടി, ആ സഹോദരി ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമായിരുന്നു, ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ആ ക്യാൻസർ വാർഡിലൂടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു യൂത്തുള്ള ഒരു പെങ്കുച്ച്, ആ പെങ്കുച്ചിനെ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്നാണ് ഇവിടെ നിൽക്കുന്നത്? അപ്പൊ അവള് പറഞ്ഞു, എന്റെ അമ്മ ഇരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ വളഞ്ഞു കുത്തി, ആ കസേരയിൽ കുന്തംകാലയിൽ ഇരിക്കുക, കസേരയുടെ മീതെ കാല് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. വല്ലാത്ത വേദന, ശരീരം മുഴുവനും ക്യാൻസറിൻ്റെതായ അതികഠിനമായ വേദന, എവിടെ തൊട്ടാലും പെയിന. ചില ക്യാൻസറുകൾ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ അമ്മേനെ എവിടെയെങ്കിലും കിടത്തത്തില്ലെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കിടക്കാൻ ഇവിടെ ഒരു സൗകര്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടുത്തെ ആ PRO പയ്യൻ അറിയുന്നതാണ്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചോടാ, ഈ ചേച്ചിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കാൻ ഒരു സൗകര്യം, ഇത്ര നേരം ഇരിക്കാൻ പറ്റണില്ല. അപ്പോ അച്ഛാ ഒരു രക്ഷയില്ല, എല്ലാം ഫുള്ളാ. അച്ഛൻ നോക്കിയാ കണ്ടില്ലേ, അത് ഈ കൺസൾട്ടേഷൻ ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ, പക്ഷെ ഇപ്പൊ എല്ലാം നിറഞ്ഞു നിൽക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്തെങ്കിലും എവിടെയെങ്കിലും കുറച്ചു നേരം ഒന്ന് ശരീരം ഒന്ന് നേരെയാക്കാൻ. കണ്ടില്ല സഹോദരി അനുഭവിക്കുന്ന വേദന, അപ്പൊ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റണില്ല. ഭർത്താവ് കൂടെ ഉണ്ട്, ഈ മകളും ഉണ്ട്. ഇവർ ഞാൻ നോക്കട്ടെ എന്ന് വരച്ചെന്ന് കൺസൾട്ട് ചെയ്യുന്ന ആ ഒരു ബെഡ് ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു എമർജൻസി കേസുകളോ ഒക്കെ രണ്ടാമതൊക്കെ വന്ന് ഒരു അല്ലെങ്കിൽ ജസ്റ്റ് കണ്ട് ഡോക്ടറെ കണ്ട് സംസാരിച്ച് ഒരു പക്ഷെ അവരുടെ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ടായിരിക്കും പറഞ്ഞു വിടുന്നത്. എന്നാൽ ശരീരം പരിശോധിക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോഴാണ് അവരെ കൊണ്ടുവന്ന് ബെഡിലേക്ക് കിടത്തുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓരോ ഓപ്ഷൻ ഉള്ളത്, ഇങ്ങനെ ഒരു ബെഡ് കിടപ്പുണ്ട്, പക്ഷെ അത് ഡോക്ടറിന് ഇങ്ങനെ കൺസൾട്ട് ചെയ്യേണ്ട സമയത്ത് ആവശ്യമുള്ളതാണ്. ഞാൻ പറഞ്ഞു, കുറച്ച് നേരം പുള്ളിക്കാരത്തിയെ കിടത്ത്, ഒരു എമർജൻസി വന്നാൽ അവർ മാറ്റാലോ, കുഴപ്പമില്ല. അപ്പൊ ആ സഹോദരന്റെ നന്മ കൊണ്ട് അത് അനുവദിച്ചു. അങ്ങനെ ഈ സഹോദരി അവിടെ കടന്നു. അപ്പൊ വൈകിട്ട് ഞാൻ ഈ പങ്കുച്ചിനെ വിളിച്ചു. ഞാൻ ചോദിച്ചു, മോളെ മമ്മിയെ ഡോക്ടറെ കാണിച്ചിട്ട് എന്നാ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അല്ലാത്ത വേദനയാണ്. അപ്പൊ അതിന് കൊടുക്കുന്ന വേദനയ്ക്കുള്ള സംഹാരി എന്ന് പറഞ്ഞാൽ അതികഠിനമായ വേദന സംഹാരിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കിടക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മച്ചിയുടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പൊ ഇനിയിപ്പോ അവര് അവിടെ നിൽക്കണമല്ലോ, ഹോസ്പിറ്റലിൽ നിൽക്കണം. അപ്പൊ അത് ലിക്വിഡ് ആയിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ കഴിക്കത്തുള്ളൂ, ബാക്കിയൊന്നും ശരീരത്തിലേക്ക് പോകത്തില്ല. ഉള്ളിലെല്ലാം ക്യാൻസറിൻ്റെതായ അസ്വസ്ഥകളും ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു, വിശുദ്ധ കുർബാന നിങ്ങൾ പറയുവാണെങ്കിൽ അവിടെ കാരിത്താസ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് വിശുദ്ധ കുർബാന കിട്ടും. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു, നീ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അച്ഛാ ഞാനത് അന്വേഷിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ നീ ഈ അമ്മച്ചിക്ക് ഇപ്പോൾ രാവിലെ എന്നാ ഭക്ഷണം കൊടുക്കുന്നത്? ഞങ്ങളുടെ അവിടെ അച്ഛന്മാർക്ക് കഴിക്കാൻ വേണ്ടി പ്രായമുള്ള അച്ഛന്മാരുള്ളതുകൊണ്ട് ഈ കുറുക്കുണ്ടാക്കി വെക്കും, റാഗിയുടെ കുറുക്ക്, പിള്ളേർക്ക് കൊടുക്കുന്ന കുറുക്കില്ലേ, 60 കഴിഞ്ഞാൽ പിന്നെ പിള്ളേരാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ കുറുക്കൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പം ഞാൻ പറഞ്ഞു, എടി ഒരു കാര്യം ചെയ്യാം, ഞാൻ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വന്ന് മമ്മിക്ക് വിശുദ്ധ കുർബാന തരാം. അപ്പൊ ഞാൻ വരുമ്പോൾ ഈ കുറുക്ക് ഉണ്ടാക്കും, ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കാൻ പറയും. ഞാൻ ഇച്ചിരി കുറുക്കൊക്കെ ആയിട്ട് വരാം, അമ്മച്ചിക്ക് എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാമല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾ ചങ്ങനാശ്ശേരിക്ക് അപ്പുറമാണ് അവരുടെ വീട്, സ്പെഷ്യലായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടിരുന്നെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവൾ സമ്മതിച്ചു. അങ്ങനെ ഞാൻ 10 ദിവസം മുടങ്ങാതെ എല്ലാ ദിവസവും എപ്പോഴെങ്കിലും സമയം ഉണ്ടാക്കി ഞാൻ ഈ സഹോദരിക്ക് ഈ വിശുദ്ധ കുർബാന കൊടുക്കാനായിട്ട് പോയി.
ഞാൻ വിശുദ്ധ കുർബാന കൊണ്ട് ചെല്ലുമ്പോഴേ ഈ സഹോദരി കഷ്ടപ്പെട്ടാണ് എഴുന്നേക്കുന്നത്. എഴുന്നേക്കാൻ പറ്റാത്തത്ര വേദനയാണ്. അപ്പൊ ഞാൻ പറയും, കിടന്നോ, എഴുന്നേക്കണ്ട, കിടന്നോ, കർത്താവിന് അറിയാലോ. ഈശോയ്ക്ക് അറിയാവുന്ന സഹനങ്ങൾ, നമ്മുടെ എല്ലാ സഹനങ്ങളും ഈശോയ്ക്ക് അറിയാലോ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സഹനങ്ങളും നമുക്ക് മുമ്പേ അനുഭവിച്ചവനാണ് നമ്മുടെ കർത്താവ്. പാപമൊഴികെ മറ്റെല്ലാറ്റിലും അവൻ നമ്മെ പോലെ സമനായിരുന്നു എന്ന വചനം. അപ്പോൾ ഈശോയ്ക്ക് അറിയാം നമ്മൾ എത്രമാത്രം സഹിക്കും. ചേച്ചി കടന്നു വിശുദ്ധ കുർബാന ഇല്ല, എന്നാലും ഭർത്താവിനോട് ഒന്ന് പിടിച്ചേ എന്ന് പറഞ്ഞ് പിടിക്കും. ഞാനോട് പിടിച്ച് ഞങ്ങളൊന്ന് ഇരുത്തും. പുള്ളിക്കാരത്തേക്ക് എങ്ങനെയെങ്കിലും ഇരിക്കണം, ഇരുന്ന വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റും. അപ്പൊ അത് പിടിച്ചിരുത്തും. ഇരിക്കുമ്പോഴൊക്കെ മുഴുവൻ വേദനയാണ്. വിശുദ്ധ കുർബാന കൊടുക്കും, കഷ്ടപ്പെട്ട് വിശുദ്ധ കുർബാന അങ്ങനെ ഇറക്കും. പക്ഷേ ഞാൻ കണ്ടൊരു കാര്യമാണ്, ഇത്രയും വേദന ഉണ്ടായിട്ടും മുഖത്ത് വിടരുന്നൊരു പുഞ്ചിരിയുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഇത്രയും വേദനയിൽ ഡോക്ടർ പറഞ്ഞതിനാന്നറിയാം, ശരീരത്തിന്റെ ഈ രോമകൂമങ്ങളിൽ പോലും വേദന, അത്രയും അതുപോലത്തെ ഒരു ക്യാൻസറാണ്, മുഴുവൻ ക്യാൻസറാണ്. ശരീരത്ത് ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവിടെ വേദനയാണ്. ഇത്രയും വേദനയിലും മുഖത്ത് ഒരു പരിഭവമില്ല, ഒരു പരാതിയില്ലാതെ ഈ സഹോദരി സഹിക്കുന്നുണ്ട്. അവർ ദൈവമേ, നമ്മുടെയൊക്കെ അവസ്ഥ എന്താ അല്ലെ? ചിലവരൊക്കെ കാലിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു ചൊറിച്ചിൽ വന്നാൽ മതി, എല്ലാം തീർന്നു. പിന്നെ പറയുന്ന മുഴുവൻ ചൊറിയുന്ന വർത്താനമായിരിക്കും. കൂടെ നിൽക്കുന്നവരെ, നോക്കാൻ നിൽക്കുന്നവരെ, വീട്ടുകാരെ, അവസാനം തമ്പുരാനെ വിളിച്ച് ഈ തെറി പറയാൻ തുടങ്ങും. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. അപ്പോഴാണ് മരണം മുന്നിൽ കണ്ട് കിടക്കുന്ന ഈ സഹോദരി, മരണം മുന്നിൽ കണ്ട് കിടക്കുക. ഈ സഹോദരി എന്നിട്ട് കേൾക്കുന്നൊരു പാട്ടുണ്ട്. എനിക്കൊന്ന് ബേബി ജോൺ കളിയന്താൻ എഴുതിയ പാട്ടാണ്. നമ്മുടെ സിബിച്ചേട്ടന്റെ അമ്മാവനാണ്, അമ്മയുടെ ആങ്ങളെയാണ് ഈ പറയുന്ന ബേബി ജോൺ കളിയന്തി. മറ്റേ മുള്ളുകൾ ഒരു സൗഖ്യം എന്ന് പറയുന്ന പാട്ടില്ലേ, രണ്ടു പടി പാടാവും. മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ, ആ പാട്ട്. ഈ പാട്ട് 24 മണിക്കൂറും ഇങ്ങനെ മൊബൈൽ ഓണാക്കി ചെവിടിന്റെ സൈഡിൽ വെച്ചേക്കുക. ഈ പാട്ടാ കേട്ടുകൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നും കേൾക്കുന്നില്ല, ഇത് തന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ ചെന്നപ്പോ ഇങ്ങനെ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് കൊള്ളാലോ ഈ പാട്ട്. അപ്പൊ ഈ സഹോദരി പറഞ്ഞതെന്നറിയാമോ? അച്ഛാ, എന്നെ ഈശോ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലേ ചോദിച്ചു. അച്ഛാ, എന്നെ ഈശോ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഞാൻ ചെന്നിട്ട് അങ്ങോട്ട് പറയുന്നേ, അല്ല, എനിക്കിന്ന് അതുപോലെ വേദനയുണ്ട്, അതുപോലെ എനിക്ക് വേദനയുണ്ട് അച്ഛാ. ഈ പാട്ട് ഈ സൈഡിലുണ്ട്. എന്നിട്ട് ഈ പാട്ട് ഇങ്ങനെ മുൾമുടി മെനഞ്ഞുകൊണ്ട് ഈശോ. അപ്പോ ഈശോ എനിക്ക് മുത്തം തരുവാ. അപ്പൊ ഇതാ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈശോയുടെ മുത്തമാണ്, ഈശോയുടെ ആ മുൾമുടി വെച്ചുകൊണ്ടുള്ള, ശിരസിൽ മുൾമുടി വെച്ചുകൊണ്ടുള്ള എനിക്കുള്ള ചുംബനമാണ് ഈ സഹനം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സന്തോഷത്തോടെ ഈ സഹോദരി പറയുന്നേ. പറയാൻ പോലുള്ള കൽപ്പി ഈ സഹോദരിക്കില്ല. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോ, അച്ഛാ, എന്നെ ഈശോ ഇന്നലത്തെക്കാളും അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഉള്ളിൽ പിടയ്ക്കും. ഭർത്താവ് മാറി നിന്ന് വാവിട്ട് കരയും, ഈ പെങ്കുച്ച് അവിടെ നിന്ന് കരയും. നമുക്ക് ആ സഹോദരന്റെ മുമ്പിൽ നിന്ന് കരയാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിത് മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അവസാനം ഞാനൊരു ദിവസം വന്ന് വിശുദ്ധ കുർബാന കൊടുത്ത്, ഈ 10ാമത്തെ ദിവസം വിശുദ്ധ കുർബാന കൊടുത്ത് മറ്റൊരു കാരിസ്മനടുത്ത് വേറൊരാൾ മരിച്ചപ്പോൾ ഞാൻ മരിച്ചടക്കിന് വേണ്ടി അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് മരിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേ ഈ പെങ്കൊച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, അമ്മ പോയി, മരിച്ചു. പക്ഷെ മരിക്കുന്നത് വരെ ആത്മാവിനെ ശത്രുവിന് തൊടാൻ പറ്റാത്ത ഒരഭിഷേകം വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധിയോടെ ആത്മീയ ആനന്ദത്തോടെയാണ് ആ സഹോദരി ഈ ലോകം വിട്ടുപോയത്. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഇതൊരു വിശുദ്ധമായ ജീവിതം. എത്രയോ പേര് നമ്മുടെ ചുറ്റുപാടുണ്ടെന്ന് അറിയാം. ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ, ഓരോരോ ഇടങ്ങളിൽ ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ചില ജീവിതങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ദിവസം ഞാൻ നമ്മളൊക്കെ ആയിരുന്നു ഈ സഹോദരിയുടെ, ഈ സഹോദരന്റെ ഭാഗത്തെങ്കിൽ നമ്മൾ ചിലവരല്ല, അച്ഛാ, ആ സഹോദരിയുടെ ഭാഗത്ത് നമ്മൾ വല്ലായിരുന്നു, നമ്മൾ പണ്ടേ ആത്മഹത്യ ചെയ്തത്. എന്ത് സന്തോഷത്തിൽ ഇപ്പോഴും ഭർത്താവിന്റെ രമ്മിച്ചെന്നെ കാണാമെന്നതാ. നമ്മൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാല്, ആ സഹോദരിയുടെ ജീവിതം കേട്ട് കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കും, എന്റെ ദൈവമേ, ഈ സഹോദരി എങ്ങനെ ജീവിച്ചിരിക്കുന്നു. ഇന്ന് വരെ ജീവിതത്തിൽ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ഒരു ആയുഷ്കാലത്തെ ജീവിതമായി പറയുന്നത്. കുഞ്ഞുനാൾ മുതലേ മദ്യപിക്കുന്ന ഒരു അപ്പൻ, നിസ്സാര മദ്യപാനമൊന്നുമല്ല, കുടുംബത്തിൽ അതുപോലെ മദ്യപാനം. അതിൻ്റെതായ ബുദ്ധിമുട്ടും അതിൻ്റെതായ അസ്വസ്ഥതകളും അതിൻ്റെതായ ട്രോമയൊക്കെ ആയി വളർന്നു വന്ന ഈ സഹോദരി ഉള്ളിൻ്റെ ഉള്ളിൽ ഒറ്റ ആഗ്രഹം സൂക്ഷിച്ചുള്ളൂ, ദൈവമേ, ഈ ഭവനത്തിൽ നിന്നും ഇറങ്ങി പോകുമ്പോ ആരുടെ കരം പിടിച്ചാണോ ഇറങ്ങി പോകുന്നത്, മദ്യപിക്കാത്ത ഒരു ജീവിത പങ്കാളി എനിക്ക് തരണമേ. ഇത് മാത്രമായിരുന്നു പ്രാർത്ഥന. ഞാൻ എന്റെ പഠനകാലത്തും കുഞ്ഞുനാൾ മുതലുള്ള ഒറ്റ പ്രാർത്ഥനയേ ഉള്ളായിരുന്നു, ദൈവമേ, ഈ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോ മദ്യപിക്കാത്ത ഒരു ജീവിത പങ്കാളി എനിക്ക് തരണമെന്ന്.
വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ മനസ്സിലായി അപ്പനേക്കാളും ഡീസന്റ് ആണ് കിട്ടിയ ആള്, വലിയ മോശക്കാരനൊന്നുമല്ല. പിന്നെ ജീവിത പങ്കാളിയിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ. ഇത് കഴിഞ്ഞ് 2 ആൺമക്കളുണ്ടായി. ഈ സഹോദരിയുടെ സ്വപ്നങ്ങൾ മുഴുവനും മക്കളിലേക്ക് എത്തി. ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ തുടങ്ങിയപ്പോ ഈ സഹോദരി അല്പം സന്തോഷിച്ചു. എന്റെ അപ്പനിൽ നിന്നും എന്റെ കുടുംബത്തിൽ നിന്നും എന്റെ ജീവിത പങ്കാളിയിൽ നിന്നും ലഭിക്കാത്ത സന്തോഷം എന്റെ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ എനിക്ക് കിട്ടുവച്ച. അതായിരുന്നു എന്റെ പ്രതീക്ഷ, അതായിരുന്നു എന്റെ ആഗ്രഹം, അതായിരുന്നു എന്റെ ഏക ആശ്രയം. വളർന്നു വലുതായി 10-18 വയസ്സായപ്പോഴേ ഒരുത്തനെ കഞ്ചാവ് കേസിന് പിടിച്ചു. വേറൊരുത്തൻ അതിനേക്കാൾ മൂത്തവൻ കംപ്ലീറ്റ് അപ്പനേക്കാളും വെല്ലുന്ന മദ്യപാനം. 2 പിള്ളേരേ ഉള്ളൂ. എന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ഈ അമ്മ ഇതെല്ലാം പറയുമ്പോഴും ഞാൻ പറഞ്ഞു, അമ്മച്ചി നമുക്ക് പ്രാർത്ഥിക്കാം. പറഞ്ഞു, അച്ഛാ ജീവിതത്തിൽ ഇന്നോളം സന്തോഷം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ കർത്താവ് നടത്തുന്നത് കൊണ്ട് നടക്കുന്ന അച്ഛാ, ദൈവം കൂടെ ഉള്ളത് കൊണ്ട് മുന്നോട്ട് പോകുന്ന അച്ഛാ, ചാകാതെയൊക്കെ പിടിച്ചു നിൽക്കുന്നത് തമ്പുരാന്റെ സാന്നിധ്യം കൊണ്ടാ അച്ഛാ, കർത്താവ് കൂടെ ഉള്ളത് കൊണ്ടാ അച്ഛാ മുന്നോട്ട് പോകുന്നെന്ന്. സത്യമാണ്. ജീവിതത്തിൽ ഇന്നോളം സന്തോഷം എന്തെന്ന് ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല ഈ സഹോദരി. സന്തോഷിക്കാൻ ഇനി നാളെ പക്ഷെ ഇനിയും എനിക്കറിയാം, മുന്നോട്ട് ചിന്തിച്ചാൽ എനിക്ക് സന്തോഷിക്കാൻ എന്റെ മരണം വരെ സന്തോഷിക്കാൻ ഒന്നുമില്ല അച്ഛാ, സന്തോഷിക്കാൻ ഒന്നുമില്ല. എന്താ ഉള്ളത്? നിരന്തരം പോലീസ് കേസും പ്രശ്നമായിട്ട് നടക്കുന്ന 2 പിള്ളേര്. ഇതിന്റെയൊക്കെ നടുവിലും ജീവിച്ചിരിക്കുന്ന അനേകം ജീവിതങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. അതുകൊണ്ടാണല്ലോ എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വചനം നാം വായിക്കുന്നുണ്ട്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുണ്ട്. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം എന്നാ വചനം പറയുന്നത്. നമ്മെ വിഷമിപ്പിക്കുന്ന പാപം, നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരം, ഇതെല്ലാം നീക്കിക്കളയാം. കാരണം നമ്മളെക്കാളും അധികമായി പാപത്തിന്റെ ഭാരം പേറിയവര്, ജീവിതത്തിന്റെ ഭാരം പേറി ഇന്നലകളിൽ കടന്നുപോയവര് ഇന്ന് കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുന്നുണ്ട്. ആത്മീയമായി ഫലമുള്ളവരായി, കരുത്തുള്ളവരായി നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ അനുഭവിക്കുന്നതിനേക്കാളും കഠിനമായ പാപത്തിൽ സഞ്ചരിച്ചവർ വിശുദ്ധരായി സഭയിൽ ഉയർത്തിയിട്ടുണ്ട്. വിശുദ്ധ അഗസ്തീനൊക്കെ ജീവിതം പാപം ചെയ്യാൻ തീഷ്ണമതിയായി ഓടി നടന്നവൻ ഇന്ന് സഭയിൽ വണങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കർത്താവ് മാറ്റിയില്ലേ? അതിശക്തമായ ജീവിതത്തിന്റെ ഭാരം പേറി, കഠിനമായ അനുഭവങ്ങളുടെ ഭാരം പേറി ജീവിച്ചവർ കർത്താവിൽ ഭാരം ഇറക്കി വെച്ച് സ്വർഗം തരുന്ന സമാധാനത്തിലും സന്തോഷത്തിലും ജീവിച്ചിരിക്കുന്ന എത്രയോ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. വിശുദ്ധ അൽഫോൻസാമയ്ക്ക് സഹനത്തിന്റെ തീച്ചൂളയുടെ നടുവിലും ആത്മാവിന് പോറലേൽക്കാതെ, ദൈവത്തോട് പരാതിയില്ലാതെ, ആരോടും പരിഭവം പറയാതെ ഈ സഹനങ്ങളെല്ലാം അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ചവളാണ് വിശുദ്ധ അൽഫോൻസാമ.